ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 8 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, പേജ് നമ്പർ 118, പാർട്ട് 3. റൈറ്റ് ഈച്ച് പ്രോഡക്റ്റ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. ആദ്യത്തെ പ്രോബ്ലം 72 ഇൻറ്റു 162. ഇതിൽ നമുക്ക് 72വിൻ്റെയും 162വിൻ്റെയും ഫാക്ടറൈസേഷൻ കാണണം. അപ്പോൾ 72 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ 36. വീണ്ടും 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 18. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അതുപോലെ തന്നെ 162 ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 81. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. ഇനി നമുക്കതെടുത്ത് എഴുതാം. 72 ഈക്വൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ, ഇവിടെ 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ട്, അപ്പോൾ 2 റൈസ് ടു 3. അപ്പോൾ 2ൻ്റെ പവർ ഇവിടെ 3 ഇൻറ്റു 3 എത്ര പ്രാവശ്യമാണ് ഇവിടെ 2 ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, അപ്പോൾ 3 റൈസ് ടു 2. അപ്പോൾ 2 റൈസ് ടു 3 ഇൻറ്റു 3 റൈസ് ടു 2. അതുപോലെ 162 അതിനെ നമുക്ക് എടുത്തെഴുതാം. 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ 2 ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ, അപ്പോൾ 2 എഴുതാം. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ പവർ 1 എഴുതാം. ഒന്നും എഴുതിയില്ലെങ്കിലും അതിൻ്റെ അർത്ഥം 2 മാത്രം, ഒരു 2വേ ഉള്ളൂ. ഇൻറ്റു 3 റൈസ് ടു 4. ഇവിടെ 4 ടൈംസ് ആണ് 3 മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, അപ്പോൾ 3 റൈസ് ടു 4. 2 ഇൻറ്റു 3 റൈസ് ടു 4. ഇനി ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. 72 ഇൻറ്റു 162 ഈക്വൽ 72 എത്രയാണ് കിട്ടിയത് നമുക്ക് അതിൻ്റെ പവേഴ്സ് ബ്രാക്കറ്റിൽ എഴുതാം. 2 റൈസ് ടു 3 ഇൻറ്റു 3 റൈസ് ടു 2. അടുത്ത ബ്രാക്കറ്റിൽ 162ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്ത് അതിൻ്റെ പവേഴ്സിൽ അതെടുത്ത് എഴുതാം. 2 ഇൻറ്റു 3 റൈസ് ടു 4. ഇനി നോക്കൂ, ഈ രണ്ട് ബ്രാക്കറ്റിലും 2 ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഒരു 2 എടുത്ത് എഴുതാം. ഇനിയും 2വിൻ്റെ പവേഴ്സ് എത്രയാണ്? ആദ്യം 2വിൻ്റെ മുകളിൽ 3 ആണല്ലേ, 2 റൈസ് ടു 3 എന്നാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ 3 ആണ് അതിലെ പവർ. അടുത്ത ബ്രാക്കറ്റിൽ 1 2 ഒരു 2വേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ മുകളിൽ 1 ഉണ്ടെന്നർത്ഥം. അപ്പോൾ ആ മുകളിലുള്ള പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. 3യും 1ഉം ആഡ് ചെയ്യുമ്പോൾ 4, അപ്പോൾ 2 റൈസ് ടു 4 ഇൻറ്റു അടുത്ത രണ്ട് ബ്രാക്കറ്റിലും 3 ഉണ്ട് കോമൺ ആയിട്ട്, അപ്പോൾ നമുക്ക് ഒരു 3 എടുത്ത് എഴുതാം. എന്നിട്ട് 3യുടെ മുകളിൽ എത്രയാണ് ഉണ്ടെന്ന് നോക്കുക. പവേഴ്സ് ആദ്യത്തേതിൽ 2 ആണ്, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 3യുടെ മുകളിൽ 4 ആണ്. ആ 2ഉം 4ഉം ആഡ് ചെയ്യണം, അപ്പോൾ 6. 3 റൈസ് ടു 6. 2 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 225 ഇൻറ്റു 135. അപ്പോൾ ഇനി നമുക്ക് 225ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ എത്രയാണ് 225? 3യിൽ പോകും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 75. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 25. അടുത്തത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 5 5 5 25. അതുപോലെ തന്നെ 135നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പം 45. വീണ്ടും 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി നമുക്ക് അതെടുത്ത് എഴുതാം. 225 ഈക്വൽ 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഈക്വൽ 3 റൈസ് ടു 2 ഇൻറ്റു 5 റൈസ് ടു 2. അടുത്തത് 135 ഈക്വൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. ഇവിടെ 5 1 ടൈമേ ഉള്ളൂ, അപ്പോൾ 3 റൈസ് ടു 3 ഇൻറ്റു 5. 5ൻ്റെ മുകളിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 1 എന്ന് വേണമെങ്കിൽ എഴുതാം. അടുത്തത് 225 ഇൻറ്റു 135 ഈക്വൽ നമുക്ക് എടുത്തെഴുതാം. അത് ആദ്യത്തെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതാം. 3 റൈസ് ടു 2 ഇൻറ്റു 5 റൈസ് ടു 2. അടുത്തത് ബ്രാക്കറ്റ് ഇട്ടിട്ട് 135ൻ്റെ പവേഴ്സ് ഫാക്ടറൈസേഷൻ ചെയ്ത് എങ്ങനെ എഴുതാം? 3 റൈസ് ടു 3 ഇൻറ്റു 5. ഇനി നോക്കൂ, രണ്ട് ബ്രാക്കറ്റിലും 3 കോമൺ ആയിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ഒരു 3 എഴുതാം. എന്നിട്ട് ആ 3യുടെ മുകളിലുള്ള പവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. ആദ്യത്തെ ബ്രാക്കറ്റിൽ 2 ആണ് പവർ 3ക്ക്, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 3യുടെ പവർ 3 ആണ്. അപ്പോൾ 2ഉം 3യും ആഡ് ചെയ്യുമ്പോൾ 5. 3 റൈസ് ടു 5 ഇൻറ്റു രണ്ടിലും 5 ഉണ്ടല്ലേ കോമൺ ആയിട്ട്, അപ്പോൾ ഒരു 5 എഴുതാം.
എന്നിട്ട് 5ൻ്റെ മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യാം. 2 + 1 3. അപ്പോൾ 3/5 ഇൻറ്റു 5/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 105 ഇൻറ്റു 175. അപ്പോൾ ആദ്യം 105നെ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതാം. 3 കൊണ്ട് പോകും, ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ 35. വീണ്ടും അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 7. അതുപോലെ 175നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ഇനി നമുക്കത് എടുത്തെഴുതാം. 105 = 3 ഇൻറ്റു 5 ഇൻറ്റു 7. 175 = 5 ഇൻറ്റു 5 ഇൻറ്റു 7 ഈക്വൽ, ഇവിടെ 5 2 ടൈംസ് വരുന്നുണ്ട്, അപ്പം 5/2 ഇൻറ്റു 7. ഇനി നമുക്ക് എടുത്തെഴുതാം. 105 ഇൻറ്റു 175 ഈക്വൽ, ബ്രാക്കറ്റിൽ 105ൻ്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 3 ഇൻറ്റു 5 ഇൻറ്റു 7. അടുത്തത് ബ്രാക്കറ്റിൽ 175നെ ഫാക്ടറൈസേഷൻ ചെയ്ത് നമുക്ക് നോക്കാം. ബ്രാക്കറ്റിൽ എങ്ങനെ? 5² ഇൻറ്റു 7. ഇനി രണ്ട് ബ്രാക്കറ്റിലും കോമൺ ആയിട്ട് 3 ഒരു ബ്രാക്കറ്റിലേ ഉള്ളൂ, അപ്പോൾ ഒരു 3 മാത്രം എഴുതുക. ഇൻറ്റു 5 രണ്ടിലും ഉണ്ട്, അപ്പോൾ ഒരു 5 എഴുതാം. എന്നിട്ട് ആദ്യത്തെ ബ്രാക്കറ്റിൽ എങ്ങനെയാണ്? 5ൻ്റെ പവർ 1 ആണല്ലേ, രണ്ടാമത്തതിൽ 2. അപ്പോൾ ആ മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2 + 1 3 ആണ്, 5/3 ഇൻറ്റു 7 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ ഒരു 7 എഴുതുക. എന്നിട്ട് രണ്ടിലും ഓരോ പവറേ ഉള്ളൂ 7 അല്ലേ, അപ്പോൾ മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 + 1 2, അപ്പോൾ 7/2. അപ്പോൾ ആൻസർ 3 ഇൻറ്റു 5/3 ഇൻറ്റു 7/2. നെക്സ്റ്റ് 25 ഇൻറ്റു 45 ഇൻറ്റു 75. അപ്പോൾ 25നെ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 5 5 25. അടുത്തത് 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 9. വീണ്ടും അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 3. ഇനി അടുത്ത 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പോൾ നമുക്കത് എടുത്തെഴുതാം. 25 = 5 ഇൻറ്റു 5 ഈക്വൽ 5². 45 = 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ 5 ഇൻറ്റു 3². 75 = 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഈക്വൽ 5² ഇൻറ്റു 3. ഇനി എടുത്തെഴുതാം. 25 ഇൻറ്റു 45 ഇൻറ്റു 75 ഈക്വൽ, ആദ്യം 25ന് എത്രയാണ് നമുക്ക് കിട്ടിയത്? 5², അതൊരു ബ്രാക്കറ്റിൽ എഴുതുക. 45നുള്ളത് 5 ഇൻറ്റു 3², അതൊരു ബ്രാക്കറ്റിൽ എഴുതുക. അടുത്ത 75ന് കിട്ടിയത് 5² ഇൻറ്റു 3. ഇനി നോക്കൂ, 3 ബ്രാക്കറ്റിലും 5 ഉണ്ട്, അപ്പം നമുക്ക് അത് ചെറിയ നമ്പർ ആദ്യം എഴുതാം. വലുത് 5 എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ ചെറിയ നമ്പർ 3 ആണ്, രണ്ടെണ്ണത്തിലുണ്ട് അല്ലേ, 2 ബ്രാക്കറ്റിൽ, അപ്പോൾ കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലുണ്ട്, അപ്പോൾ ഒരു 3 എഴുതാം. റൈസ് ടു, അതിൻ്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2 + 1 3, 3/3. അടുത്ത 5 എഴുതുക. 5ൻ്റെ പവേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. 2 + 1 + 2, അപ്പോൾ എല്ലാം ആഡ് ചെയ്യുമ്പോൾ 5. 5/5, 3/3 ഇൻറ്റു 5/5. അടുത്ത പ്രോബ്ലം, റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഫ്രം 1 to 15 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറൻറ്റ് പ്രൈംസ്. 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ നമുക്ക് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ അഭാജ്യ സംഖ്യകളുടെ കൃതികളായിട്ടൊക്കെ എഴുതാം. അപ്പോൾ ആദ്യം 1, അത് നോ പ്രൈംസ്, അത് പ്രൈം അല്ല. അടുത്ത 2, 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ആണ്, 2 ഒരു പ്രൈം നമ്പറാണ്, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ 1 എന്ന് എഴുതാം, 2/1 എഴുതാം. 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 3/1, അല്ലെങ്കിൽ വെറും 3 എന്ന് എഴുതിയാലും മതി. 4 എങ്ങനെയാണ്? 2 ഇൻറ്റു 2 ആണ് 4 അല്ലേ, അപ്പോൾ 2² അങ്ങനെ എഴുതാം. അടുത്തത് 5/1. 6 = 2 ഇൻറ്റു 3, 2/1 എന്ന് എഴുതാം, പിന്നെ ഇൻറ്റു 3/1 എന്നും എഴുതാം. ഇഷ്ടമുള്ളത് എന്നും എഴുതിയില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അവിടെ ഒരു 1 ഉണ്ട്, അത് 1 ടൈമാണ്. 7 = 7/1. 8 = 2നെ എത്ര പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2, അപ്പോൾ 2/3. 9 3 ഇൻറ്റു 3 ആണ്, അപ്പോൾ 3/2, 3² അല്ലേ. 10 = 2 ഇൻറ്റു 5, 2/1 ഇൻറ്റു 5/1. 11 = 11/1. 12 =
2 square into 3 raised to 1. 13 raised to 1. 14 equal 2 into 7. 2 raised to 1 into 7 raised to 1. 15 equal 3 raised to 1 into 5 raised to 1. ഇനി നമുക്ക് ഈ ആൻസേഴ്സ് എല്ലാം എടുത്ത് എഴുതാം. നോക്കൂ, ഇവിടെ 2 എവിടെയൊക്കെ വന്നിട്ടുണ്ട് അത് മാത്രം നമുക്ക് എടുത്തൊരു ബ്രാക്കറ്റിൽ എഴുതാം. 2 റൈസ് ടു 1 വന്നിട്ടുണ്ട്, പിന്നെ ഒരു 2 റൈസ് ടു 2, 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 2 ഇൻറ്റു 2 റൈസ് ടു 1. ഇത്രയും 2s വന്നിട്ടുണ്ട്. അതുപോലെ 3 ഏതൊക്കെയാണെന്ന് നമുക്ക് എടുത്തെഴുതാം. 3 റൈസ് ടു 1 ഇൻറ്റു 3 റൈസ് ടു 1 ഇൻറ്റു 3 റൈസ് ടു 2 ഇൻറ്റു 3 റൈസ് ടു 1 ഇൻറ്റു 3 റൈസ് ടു 1. ഇനി 5 വന്നിട്ടുണ്ട്. 5 റൈസ് ടു 1 ഇൻറ്റു 5 റൈസ് ടു 1 ഇൻറ്റു 5 റൈസ് ടു 1. അതുപോലെ 7 നോക്കൂ, 7 റൈസ് ടു 1 ഇൻറ്റു 7 റൈസ് ടു 1. നെക്സ്റ്റ് 11 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 11 റൈസ് ടു 1. അതുപോലെ തന്നെയാണ് 13 റൈസ് ടു 1. ഇനി ഈ 2 നമ്മളൊരു ബ്രാക്കറ്റിൽ എഴുതിയില്ലേ, ഇനി നോക്കൂ, ഇത്രയും 2ന് പകരം നമുക്ക് ഒരു 2 എഴുതിയാൽ മതി. പിന്നെ മുകളിലുള്ള പവേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് എഴുതണം. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. 1 + 2 3, 3 + 1 4, + 3 7, + 1 8, + 2 10, + 1 11. അപ്പോൾ 2 റൈസ് ടു 11. അതുപോലെ 3ക്ക് എല്ലാ 3ക്കും പകരം ഒരു 3 എഴുതിയാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ 3 റൈസ് ടു 6. അതുപോലെ തന്നെ 5 എഴുതിയിട്ട് 5ൻ്റെ പവേഴ്സ് മാത്രം ആഡ് ചെയ്ത് മുകളിൽ എഴുതുക. 3, 5 റൈസ് ടു 3. 7 2 7 ഉള്ളൂ, അപ്പോൾ ഒരു 7 എഴുതുക. അതിൻ്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. 1ഉം 1ഉം 2, 7 സ്ക്വയർ ഇൻറ്റു 11 റൈസ് ടു 1 എന്ന് എഴുതാം, ഇല്ലെങ്കിൽ 11 മാത്രം എഴുതിയാൽ മതി. ഇൻറ്റു 13 റൈസ് ടു 1. ഇതാണ് ആൻസർ.